ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാനൊരു 2-3 ആഴ്ച മുന്നേ എടുത്തു വെച്ച, അതായത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടോണ്ടിരുന്ന ആ ഒരു ടൈമിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഡബ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ വരാൻ ലേറ്റ് ആയത്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. പക്ഷേ എന്നാലും എനിക്ക് കുറച്ചൊരു സമയം കിട്ടിയപ്പോൾ ഞാൻ കരുതി ഓക്കെ, ടൈം കളയാതെ ഇനിയിപ്പോൾ പെട്ടെന്ന് പോയിട്ട് വീഡിയോ ഡബ് ചെയ്ത് കൊടുത്തേക്കാമെന്ന്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ താമസിക്കുന്ന ഘട്ടഹള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. പിന്നെ ബാംഗ്ലൂർ അല്ലെങ്കിലും എല്ലാം കുറേ ഹള്ളികളാണല്ലോ. എനിവേയ്സ്, അപ്പോൾ നമ്മൾ ഘട്ടഹള്ളിയിലുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് മധുരമ്മ കോവിൽ എന്നാണ് പറയുക. ഈ ടെമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പോകുന്നതും വരുന്നതും എല്ലാം ഈ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ടെമ്പിളിൻ്റെ ഉള്ളിലൊന്ന് കയറണമെന്ന്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ പേരൊക്കെ പോലെ ഇത് കന്നഡത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ മാപ്പ് വെച്ച് റെഫർ ചെയ്തിട്ടാണ് മധുരമ്മ ടെമ്പിൾ എന്ന് നമ്മളങ്ങനെ ഇതിൻ്റെ പേരെടുത്തത്. അപ്പം ചേട്ടനും ഞാനും വാവയും കൂടിയാണ് കേട്ടോ ഈ ടെമ്പിളിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു ദിവസം ഒരു വൈകുന്നേരം വീക്കെൻഡ് ഒരു 4 മണി ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ ഈ ടെമ്പിളിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ആദ്യം കാണിച്ചതിനകത്ത് ധൂപ് കത്തിക്കുന്ന ഒരു ഹോൾഡർ ഈ സെറാമിക്കിൻ്റെ മേടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ധൂപ് ഹോൾഡർ അല്ല, പക്ഷേ അതൊരു കാമാക്ഷി വിളക്കെന്നോ അങ്ങനെ എന്ന് പറയുന്നൊരു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഐ തിങ്ക് ഇറ്റ് വാസ് കാമാക്ഷി വിളക്ക്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപ്പ് ചുറ്റും ഇട്ടിട്ട് അതിന് നടുക്ക് നമ്മൾ ലാമ്പ് ലൈറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്കുള്ള നെഗറ്റീവ് എനർജീസ്, നമ്മുടെ വീട്ടിനകത്തുള്ള നെഗറ്റീവ് എനർജീസ്, ദൃഷ്ടി ദോഷങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോകും എന്നാണ് അവർ പറയണത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെളിയിൽ ബാൽക്കണിയിൽ നിന്നാണ് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ ഇപ്പം ഭയങ്കര കാറ്റും മഴ അങ്ങനത്തെ ഒരു സീനാണ്. അപ്പോൾ അത് കാരണം എൻ്റെ വീഡിയോയിൽ എൻ്റെ സൗണ്ട് കേൾക്കാതെ കാറ്റടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. കുഴപ്പമില്ല, അടുത്ത വീഡിയോയിൽ നമുക്കിത് റെഡിയാക്കാം. പിന്നെ അപ്പം നമ്മൾ ടെമ്പിളിൽ കയറി. ഈ ടെമ്പിളിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദേവികളുടെ പ്രതിഷ്ഠകളാണ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ദേവികളുടെ പ്രതിഷ്ഠാസ് ഉണ്ട് അതിനകത്ത്. ഇത്രയും ദേവികളുടെ പ്രതിഷ്ഠാസ് ആക്ച്വലി ഒരു ടെമ്പിളിനുള്ളിൽ തന്നെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ആരുടെയും പേരൊന്നും എഴുതിയിട്ടില്ല. എഴുതിയാൽ തന്നെ ഇനി കന്നഡയിൽ എഴുതി വെക്കുന്നതുകൊണ്ട് നമുക്കത് വായിക്കാനും പറ്റത്തില്ല. അപ്പോൾ അത് ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ബട്ട് എനിവേയ്സ് ഒത്തിരി ദേവികളുടെ ഉണ്ടായിരുന്നു. പിന്നെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ലേഡി ആയിരുന്നു പൂജയൊക്കെ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയാണ് അമ്പലങ്ങളിലാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ ശ്രീകോവിലിനകത്തേക്ക് അങ്ങോട്ടൊക്കെ കയറി നിന്നിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഇവിടെ വരുമ്പോൾ ഇത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇക്വാലിറ്റി ഫോർ വിമൻ അങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പം ഒരു ലേഡി ആയിരുന്നു പൂജ ചെയ്യാൻ വേണ്ടി. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം പോയതുകൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു എന്തോ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ അവിടെ റെഗുലറായിട്ട് വരുന്ന അവിടുത്തെ ഡിവോട്ടീസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പഴം, പിന്നെ വേറെ എന്തൊക്കെയോ തേങ്ങയിൽ മറ്റേ നൂലൊക്കെ ചുറ്റി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ, അതൊക്കെ അവിടുത്തെ മെയിൻ നേർച്ചകളായിരിക്കും. അതൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ലെമൺ റൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന്. അത് എല്ലാ ദിവസവും ഉണ്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ പോയിട്ടുള്ള വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ കുറേ പേര് അത് വന്ന് കഴിച്ചിട്ട് അമ്പലത്തിനകത്തേക്ക് കയറാതെയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മളും അവിടെ നിന്നൊക്കെ കഴിച്ചു. അടിപൊളിയായിട്ടുള്ള ലെമൺ റൈസ് ആയിരുന്നു. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് അതിന് എന്താണെന്നറിയില്ല, ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് അല്ലേ. പായസമൊക്കെ ആണെങ്കിലും എന്ത് ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ അമ്പലത്തിൽ നിന്ന് എപ്പോൾ ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് വിടാതെ കഴിക്കും. അപ്പോൾ ഞാനും മോനും ചേട്ടനും കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് ഷെയർ ചെയ്യുന്നതാണ് കഴിച്ചത്. വാവയ്ക്ക് നമ്മൾ കൊടുത്തു, പക്ഷേ വാവയ്ക്ക് ആൾക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും വേണ്ട. അപ്പോൾ അതാണ് ആൾ കഴിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. പിന്നെ നമ്മളത് മേടിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മുടെ മോളിലേക്കാണ് പോയത്. ഇപ്പോൾ വണ്ടിയിൽ കാണിച്ചതെന്ന് വെച്ചാൽ പുതിയതായിട്ടൊരു മണം വരുന്ന സംഭവം ചേട്ടൻ മേടിച്ച് വെച്ചാണ്. അപ്പോൾ നീ ഇത് കാണിക്കണില്ലേ എന്നൊക്കെ എന്തൊക്കെയോ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ കാണിച്ചാണ് എന്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ മറന്നുപോയി. എന്താണെങ്കിലും പിന്നെ നമ്മൾ മാളിൽ വന്നപ്പോൾ വീക്കെൻഡ് ആയത് കാരണം ഭയങ്കര തിരക്കായിരുന്നു. സൂചി കുത്താൻ പോയിട്ട് കാല് കുത്താൻ പോയിട്ട് ഒന്നിനും ഇടയില്ലായിരുന്നു അതിനകത്ത്. അപ്പോൾ എന്താണെങ്കിലും നമ്മളും അതിനകത്തേക്ക് കയറി. എനിക്കിങ്ങനെ സിന്ദൂരൊക്കെ തൊട്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നെറ്റിയിലൊക്കെ ഇട്ട് ഇങ്ങനെ വെളിയിലൊക്കെ പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാനങ്ങോട്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മളിങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ 2-3 ആഴ്ച മുന്നേ നമ്മൾ എടുത്തത് കാരണം ഇത് എന്തിനാണ് പോയത്, എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാനാണ് പോയതെന്നൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തത്. അപ്പോൾ എന്താണ് നമ്മൾ മോളിൽ പോയിട്ട് സോക്സ് മേടിക്കാനുണ്ടായിരുന്നു. ബിക്കോസ് ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് സോക്സ് മേടിച്ചു. അത് മിനിസോന്നാണ് എടുത്തത്. പിന്നെ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറിയിട്ട് അത്യാവശ്യമുള്ള ഗ്രോസറീസൊക്കെ എടുത്തു. അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെയാണുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാൻ